മോനെ നീ സ്വയംവരയിലല്ലേ പോയത്? ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരെ തന്നെ പോകണ്ടേ. കഥ ഇന്ന് വരെ അതിൻ്റെ അണിയറ പ്രവർത്തകരാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കും സ്വാഗതം. ഡയറക്ടറിൽ നിന്നാവാൻ തോന്നുന്നു അല്ലേ? ആദ്യത്തെ സിനിമയിൽ മികച്ച നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ് വിഷ്ണു. അത് പ്രതീക്ഷിച്ചിരുന്നാണോ? ഒരിക്കലല്ല. ഞാൻ രണ്ട് ഘട്ടമായിട്ട് പറയണത്. അതായത് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ സിനിമയാണല്ലോ. അപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്യുമ്പം ചേട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഒരു ആളുകൾ കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറയാത്ത അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കാത്തൊരു സിനിമ ചെയ്യണം. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് എൻ്റെ പ്രയോറിറ്റിയിൽ പൈസ മുടക്കാൻ പ്രൊഡ്യൂസറിന് പൈസ കിട്ടണം. ഈ രണ്ട് കാര്യം നമ്മൾ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ രണ്ട് കാര്യം ആലോചിച്ചിട്ടാണ് ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ചിട്ടില്ല. പക്ഷേ മേപ്പടിയാൻ റിലീസിന് ശേഷം ഈ പറഞ്ഞാൽ നമ്മളൊരു കൊമേഴ്സ്യൽ സിനിമയായിട്ടാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അവാർഡുകളും ഫെസ്റ്റിവലൊക്കെ പറയുന്നത് അത്തരം സിനിമകളാണെന്നാണ് എൻ്റെ ധാരണ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത്തരത്തിലൊരു കൊമേഴ്സ്യലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു സിനിമ അങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ല. അതിനുശേഷം കുറച്ച് ഒരു ഫെസ്റ്റിവലിൽ ഇതുപോലെ യാദൃശ്യമായിട്ട് നമ്മളത് ഒരാൾ പറഞ്ഞിട്ട് അങ്ങനെ അയക്കേണ്ടി വന്നു. അപ്പോൾ അയച്ചു. അപ്പോൾ ആ ഫെസ്റ്റിവലിൽ അവിടെ ബെസ്റ്റ് ഇന്ത്യൻ മൂവി അവാർഡ് കിട്ടി. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയപ്പോൾ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കണ്ട ഓഡിയൻസ്, അവിടെ ഒരുപാട് ഈ പല ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നു, പല ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഈ സിനിമ എന്തുകൊണ്ട് വേറെ ഇതിനൊക്കെ അയക്കുന്നില്ല, വേറെ ഫെസ്റ്റിവലിലൊക്കെ അയക്കൂ, ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നല്ല ഇത് കിട്ടും. അപ്പോൾ ഞാനതൊരു റീജിയണൽ കണ്ടന്റായിട്ട് മാത്രമാണ് അതുവരെ കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നിയപ്പം അങ്ങനെയാണത് പിന്നീട് 18 അവാർഡുകൾ, അതായത് നാഷണൽ അവാർഡ് അടക്കം 18 അവാർഡുകൾ ആ സിനിമയ്ക്ക് പിന്നെ കിട്ടിയത്. പല ഫെസ്റ്റിവലിൽ കിട്ടി, അല്ലാതെ അവാർഡ്സൊക്കെ കിട്ടിയത്. അപ്പം ഇതെല്ലാം ബോണസായിട്ട് വന്നതാണ്, അല്ലാതെ നമ്മളൊരിക്കലും നമ്മുടെ പ്രതീക്ഷയിലോ ചിന്തയിലോ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല. സമാനമാണ്. അത് ഒരുപക്ഷെ മറ്റൊരു നവാഗത സംവിധായകനും ഏൽക്കാൻ കഴിയാത്തത്ര ഒരു അറ്റാക്ക് അന്ന് സോഷ്യൽ മീഡിയ അടക്കം വിഷ്ണുവിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? അതും ഈ പറഞ്ഞതിനെക്കാട്ടി ക്രൂരമാണ്. ഈ കഥ ഇന്ന് വരെ എടുക്കുമ്പോൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ അതിൻ്റെ ബാക്കി ഭാഗം? ശരിക്കും പറഞ്ഞാൽ ഈ അറ്റാക്ക് ഏറ്റത് ആദ്യത്തെ 2 ദിവസമാണ്. ആദ്യത്തെ 2 ദിവസം മാത്രമാണ് ഈ അറ്റാക്ക് ഉണ്ട്. അത് അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഘടിതമായിട്ടുള്ള രീതി അങ്ങനൊന്നും ആയിരുന്നില്ല. അതായത് ഒരു 3 വ്യക്തികളാണ് സിനിമയെ ഇതാക്കി, ബാക്കി ആളുകൾ കാണാതെ. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളെ കാണാൻ കുറച്ച് പേരാണല്ലോ, ഈ 1-2 പേര് കണ്ടിട്ട് അതിനെ വേറെ വിധത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ ഇതാക്കിയപ്പം അത് കാണാത്ത ആളുകളും കൂടെ അത് കേട്ടപ്പോൾ ഇതെന്തോ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചു. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചാൽ കുറേ ആളുകൾ പിന്നീട് തിയേറ്ററിൽ കാണുകയും പിന്നീട് ഏറ്റവും കൂടുതൽ ആമസോണിൽ പടം OTT വന്നതിന് ശേഷം കണ്ടപ്പോൾ ആളുകൾ, എനിക്ക് തോന്നുന്നില്ല സിനിമയിൽ പല സിനിമകൾക്കും അറ്റാക്ക് ഡീഗ്രേഡ് എന്നൊക്കെ പറഞ്ഞു, ജെന്യുവിനായിട്ട് ഡീഗ്രേഡ്, അതായത് സിനിമയുടെ മോശമോ അല്ലെങ്കിൽ സിനിമ നല്ലതാണ് പക്ഷെ അതിനകത്ത് ഇന്ന കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടൊരു അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയൊരു സിനിമ മേപ്പടിയാനകത്ത് മലയാളത്തിൽ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് ആമസോണിൽ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ അതിനെ കുറ്റം പറഞ്ഞാൽ ചോദിച്ചത്, ഇതിനകത്തൊന്നും ഇല്ലല്ലോ, എന്താണ് ഇതിനകത്ത് പറയാൻ എന്ന് ചോദിക്കുന്നൊരവസ്ഥ. അങ്ങനത്തെ ആയിരക്കണക്കിന് റിവ്യൂസ് പിന്നീട് വന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആദ്യമായി മോശം പറഞ്ഞ് റിവ്യൂ ഇട്ട ആ റിവ്യൂ പറഞ്ഞ അയാളുടെ എനിക്ക് തോന്നുന്നു അയാൾ ഇതുവരെ ചെയ്ത സിനിമ ഇതിനകത്ത് ഒറ്റ റിവ്യൂ ആണ് അയാൾ ഡിലീറ്റ് ചെയ്തേക്കുന്നത്. അത് മേപ്പടിയാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് സാധാരണ 200-300 കമൻറ്റ് ഉണ്ടാവാറ്. ആമസോണിൽ ഈ പടം വന്നതിന് ശേഷം 4000-ൽ പുറത്ത് കമൻറ്റ് അയാൾക്ക് വരികയും അതിനകത്ത് 99% കമൻറ്റ് അയാളെ ചീത്ത വിളിച്ചിട്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഒരാളുടെ ആദ്യത്തെ സിനിമ എന്ന നിലയിൽ അത് ഞാനൊരാളുടെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, ഒന്നും ചെയ്യാതെ വന്ന ഒരാൾ എടുത്ത സിനിമയ്ക്ക് എൻ്റെ പരമാവധി ഔട്ട്പുട്ട് ആ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്താണ് നമുക്ക് അതിൽ വരാണ്? അങ്ങനെ ഒരാളെ കൊന്നു കളയുന്ന പോലത്തെ പണിയാണ് ആദ്യം കാണിച്ചത്. അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട്. പക്ഷേ ഈ അടുത്ത സിനിമ വരുമ്പോൾ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഉണ്ട്. പക്ഷെ എന്താ പറയാ, അത് അന്ന് ആ സിനിമയ്ക്ക് എന്ത് കുറ്റം പറഞ്ഞോ ഏത് തരത്തിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തോ ആ ആളുകൾക്ക് ഉള്ള മറുപടി ആയിരിക്കും ചിലപ്പോൾ ഈ സിനിമ. എന്താണ് എന്നെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, അങ്ങനെ ഒരു ഇന്റൻഷൻ ഉള്ള ആളാണെങ്കിൽ ഈ സിനിമ ചെയ്യില്ല എന്ന് അവർ പറയും. രണ്ടാമത്തെ പടത്തിൽ മേതിൽ രവിയെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടുകയാണ്. അതായത് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്, സത്യൻ അന്തിക്കാടിനെയും സിദ്ദിഖ് ലാലിനോടും ഒക്കെ നോ പറഞ്ഞ ആളാണ്. ഇപ്പോൾ അവർ യെസ് പറഞ്ഞിരിക്കുന്നു വിഷ്ണുവിനോട്. എന്താണ് അതിൻ്റെ ഒരു മാജിക്? എന്താണ്? അല്ല മാജിക് എന്നുള്ളതല്ല, എനിക്കൊന്നും എഫേർട്ട്
റിസൾട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതായത് ചേട്ടാ ഞങ്ങൾ ആദ്യം ഇപ്പം ഞാൻ നമ്മൾ ആ സിനിമ ആ ക്യാരക്ടറിനെ ഇത് ചെയ്തു ഇപ്പം മേതിൽ ദേവിക ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന ക്യാരക്ടർ ഒന്നും അല്ല. അതായത് ഞാൻ ആ ക്യാരക്ടറിനെ ആദ്യം നമ്മൾ ആർട്ടിസ്റ്റുകളെ വേണ്ടി അത് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് ഇതിനകത്ത് ഒരു സിനിമാ താരമല്ലാത്ത എന്നാൽ ആളുകൾ അറിയുന്ന ഒരു പബ്ലിക് ഇമേജ് ഉള്ള ഒരാൾ വന്നാൽ, ഒരു ഫ്രഷ്നെസ് ഉണ്ട് വന്നാൽ ആ ക്യാരക്ടറിന്, അല്ലാതെ ഒരു ഭയങ്കര അഭിനയ മുഹൂർത്തങ്ങൾ അങ്ങനെ ഒരാൾ വന്ന് ചെയ്ത് അങ്ങനൊന്നും അല്ല, ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ അത് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ അങ്ങനെ ആലോചിച്ചപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ആലോചിച്ചാൽ ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പം നമ്മൾ കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞു പുള്ളിക്കാർ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കാണാനായിട്ട് ഞാൻ നമ്മുടെ ക്യാമറമാൻ ജോമോണ്ടി ജോനോടാണ് ആദ്യം കാണാൻ പോകുന്നത്. ഞങ്ങൾ കരടി യൂണിവേഴ്സിറ്റി പോയിട്ട് കഥ പറയാൻ പോകുന്നു. അപ്പം ഞാൻ പോകുമ്പോഴും എൻ്റെ ധാരണ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ഓഫറുമായിട്ട് ചെല്ലുന്ന ഒരാളാണ് ഞാനെന്നുള്ള ധാരണയിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നു വളരെ സമാധാനമായിട്ട് കഥയെല്ലാം കേട്ടു. എല്ലാം കഴിഞ്ഞിട്ട് നല്ല കഥ കൊള്ളാം, നന്നായിട്ടുണ്ട്, ഓൾ ദി ബെസ്റ്റ്, ഞാൻ സിനിമയിലേക്കില്ല. പിന്നെ നമുക്ക് ആക്ച്വലി ഒരു റീ ഓപ്പണിങ്ങിന് പോലും സ്പേസ് ഇല്ലാത്ത തരത്തിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ അത് കഴിഞ്ഞ് ശരിക്കും ഒരു 1.25 വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇത് അത് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കോൺടാക്ട് ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്പാർക്ക് എനിക്ക് ഒരു പോസിറ്റീവ് വന്നു വെച്ചാൽ ഒരു എപ്പോഴോ ഒരു സമയത്ത് സംസാരിച്ചപ്പോൾ എനിക്കൊരു മെസ്സേജ് പറഞ്ഞു, വിഷ്ണു ഞാൻ നിങ്ങളുടെ കഥ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് ചെറിയൊരു പോസിറ്റീവ്. പക്ഷെ എന്നിട്ടും പിന്നീട് സിനിമ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഇതായിട്ടില്ല. ലാസ്റ്റ് വന്നിട്ട് ഈ ഷൂട്ട് തുടങ്ങുന്നുണ്ട്. അതായത് നമ്മൾ ബീച്ചേട്ടൻ്റെ അടക്കമുള്ള കോമ്പിനേഷനാണ് തുടങ്ങുന്നത്. അപ്പോൾ സെപ്റ്റംബർ 12 ഷൂട്ട് തുടങ്ങുന്ന ഡേയ്സ് ഇതിരിക്കുകയാണ്. ഞാൻ 7-ാം തീയതി ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇൻബിറ്റ്വീൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ചടങ്ങ് കഴിഞ്ഞ് 7-ാം തീയതി 8-ാം തീയതി ഞാൻ വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ അതുവരെ എന്നോട് ഒരു ഇതിലും ഒരു ഒന്നും പറഞ്ഞില്ല. ഞാനാണെങ്കിൽ വേറൊരു ഓപ്ഷനോ പ്ലാൻ ബി ഒന്നുമില്ല. അപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്ത് വിചാരിച്ച 12-ാം തീയതി ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്, ആര് ഇത് ചെയ്യും? ഞാൻ ചെന്ന് അന്ന് ഞങ്ങൾ തമ്മിൽ ഒരു 3-3.5 മണിക്കൂർ സംസാരിച്ച് അതില്ല. പിറ്റേന്ന് വീണ്ടും ഞാൻ പോയിട്ട് അപ്പോൾ അന്ന് രണ്ടാമത് പോയപ്പം ഞാൻ എൻ്റെ കോസ്റ്റ്യൂം വണ്ടി പിന്നെ എന്താ പറയാ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എല്ലാവരുമായിട്ടാ പോകുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു ആള് ഈ ക്യാരക്ടറിന് ഫിക്സ് ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇത് ഇവിടുന്ന് റിപ്ലൈ കിട്ടാൻ. അപ്പൊ ഇവരെല്ലാം ചോദിക്കുന്നുണ്ട് എന്റെ കോ പ്രൊഡ്യൂസേഴ്സ് ചോദിക്കും എന്താ ഒരു ഓക്കെ പറഞ്ഞു. അവന് ഒട്ടും പറഞ്ഞിട്ടില്ല ഒരു ഇത്. പിന്നെ എന്തിനാ നീ പോകുന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് എവിടെ ഒരു ഇൻഡിഷൻ ഇത് ആവും. കാരണം വെച്ചാൽ ഞാൻ ഈ സിനിമയായിട്ട് നമുക്കൊരു നിമിത്തങ്ങളാണല്ലോ എല്ലാ സിനിമയെ സംബന്ധിച്ച് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞാൻ ആദ്യം തൊട്ട് എനിക്ക് ആഗ്രഹിച്ച എല്ലാ ഈ സിനിമയെ ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും വരും, എൻ്റെ ഇതാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എസ് ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെയോ ഇങ്ങനെ ആലോചിച്ച് ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും അകത്ത് കയറി കോസ്റ്റ്യൂം മെഷർമെന്റും ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് അത് എന്താ പറയുക ഒരു ഹാഫ് യെസ്സിൽ പോയി. അത് കഴിഞ്ഞ് വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും മെസ്സേജ് പറഞ്ഞു എനിക്ക് കോസ്റ്റ്യൂം ഒന്നും ശരിയാവുന്നില്ല, എനിക്കിതൊന്നും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ളിടത്ത് പോയി വാങ്ങിച്ചോ, ഒന്നും പ്രശ്നമില്ല, നമ്മുടെ ആൾക്കാർ കൂടെ വരും. അങ്ങനെ സ്വന്തമായിട്ടാണ് ഇതിനകത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് പോയി എല്ലാം ചെയ്ത്. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയിട്ടും ആദ്യത്തെ 1-2 ദിവസം ഞങ്ങൾ ഏരിയ പോകില്ലായിരുന്നു. ഞാൻ ദൂരെ മാറി നിന്നിട്ട് ഐ കോൺടാക്ട് കൊടുക്കാൻ നിൽക്കുക. കാരണം വെച്ചാൽ എങ്ങാണ് ഞാനില്ല എന്ന് പറഞ്ഞ് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു അതുകൊണ്ട് ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരാണ്. ഇത്രയും ബുദ്ധിമുട്ടിക്കണമായിരുന്നു പാവത്തിന്. അതൊരു സുഖകരോ? ഞാൻ ഇനിയും വേസ്റ്റ് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞില്ല, ഇപ്പൊ ഒരു മായയിലാണ് മൊത്തത്തിൽ. അല്ല അതൊരു വലിയ ചോദ്യമാണ്. അതായത് സത്യനന്ദിക്കാടിനെ പോലെ സിദ്ദിഖ് ലാലിനെ പോലെയൊക്കെ വളരെ ഞാനത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഇല്ല എന്ന് പറഞ്ഞതൊന്നും മനസ്സിൽ വിഷമമാണ്. അത് ഒരിക്കലും അഹങ്കാരമായിട്ടല്ല കേട്ടോ. ഞാൻ എൻ്റെ ഫോക്കസ് വളരെ ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ. അപ്പം ആ ഒരു ഫോക്കസ് വിട്ടു പോകണ്ട വിചാരിച്ചിട്ടാണത്. വിഷ്ണു വന്നപ്പോഴേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് മറ്റ് പ്രോജക്ട്സ് ചെയ്താൽ പോലും എനിക്ക് ആവശ്യമുള്ള ഞാൻ എന്തിനാണോ സൗകര്യപ്പെട്ടത് അതെല്ലാം എനിക്ക് നടത്തി തന്നു. എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫർട്ട്. ഈ പറയുന്ന പോലെ ഭയങ്കര വലിയ ക്യാരക്ടർ എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ കംഫർട്ടബിളാണ്. എനിക്ക് മറ്റേതൊന്നും ഡിസ്കാർഡ് ചെയ്ത് ഇതിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് സൈഡിൽ വളരെ ഈസി ആയിട്ട് എനിക്ക് നടത്തി തന്നു വിഷ്ണു. നല്ല സ്ക്രിപ്റ്റാണ്, എല്ലാവരുടെയും എൻ്റെ മാത്രമല്ല പലവരുടെയും റോൾസ് ഒക്കെ ഭയങ്കര രസമാണ് അതിൽ. സോ രസമുണ്ടായിരുന്നു അതല്ലേ ആ ഒരു കഥയിലോ കഥാപാത്രങ്ങളിലോ? എനിക്ക് അങ്ങനെ തോന്നി. ഇനി എന്താണ് പറഞ്ഞൂടാ. നമുക്ക് വിഷ്ണുവിനെ വിശ്വസിക്കാം, കാരണം അയാൾ പ്രൂവ് ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരാൾ നമ്മളെ തിരക്കി ഇങ്ങനെ ഒരു 3 വർഷം എനിക്കത് ഇങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്ക് വിഷമമാണ്. പക്ഷെ എൻ്റെ ഒരു പ്രിവിലേജ് ആയിട്ടാണ് കരുതുന്ന ഈ ഒരു പടത്തിൽ ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഞാൻ
ഇനി ഇതിലോ ഈ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ നോക്കുന്നു എന്നൊന്നും. അല്ല, നമ്മളിപ്പം കേട്ടു ഇപ്പം മോഹൻലാലിന്റെ സിനിമ, സുരേഷ് ഗോപിയുടെ പടം, മമ്മൂക്കയുടെ പടം എല്ലാം വന്നിട്ടും നോ പറഞ്ഞു എന്നാണ് കേട്ടത്. അതൊക്കെ ആര് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല, എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കേട്ടോ, സിനിമാക്കാരില്ലേ 28 വർഷമായി ഈ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെറിയ അറിവുകളൊക്കെ കിട്ടും. നോ പറഞ്ഞു അത്രേ, വലിയ നോ. ചിലതിനോട് 3 നോ പറഞ്ഞു, വലിയ നോ. അല്ല, 3 പേര് വന്നതായിട്ടൊന്നും അതിലത്തെ 2 പേര് അപ്രോച്ച് ചെയ്തു, മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും. ഇത് ഭയങ്കര എനിക്ക് തോന്നുന്നു ആ സ്കെഡ്യൂള് ഭയങ്കര ബിഗ് ആയതുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടില്ല. എനിക്ക് ആ സ്കെഡ്യൂളിലൊന്നും അത്രയൊന്നും സമയം കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടെ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ ഒരു വലിയ നോയാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? പരിഹാരം എന്നാണോ? അപ്പോൾ നമുക്ക് നേരെ അനു വെറുതെ കുറേ നേരമായിട്ട് ചിരിക്കുന്നുണ്ട്. പക്ഷേ തുടക്കകാലത്ത് അനുവിൻ്റെ കരിയറൊക്കെ തുടങ്ങുമ്പോൾ ഒരുപാട് തിരക്കുള്ള സിനിമകൾ, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് നായികയായിട്ട്, ഒരുപാട്. ഇപ്പം കുറച്ച് സെലക്റ്റീവാണ്, കുറച്ചധികം കാണുന്നില്ല. അടുത്തിടെ കണ്ടു, മറ്റേ തലവനിലാണ് കണ്ടത്, രമ്യ അല്ലേ? അതെ അതെ. സിനിമ സെലക്റ്റീവ് ആവുകയാണ്. അങ്ങനെയില്ല, മുന്നേയും ഞാൻ അധികമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. 10-12 വർഷം കൊണ്ട് ഇത്രയും പടങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ വളരെ ചൂസിയാണോ സെലക്റ്റീവാണോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരുപാട് അങ്ങനെ എന്നെ ഒത്തിരി ആൾക്കാർ എന്നെ അന്വേഷിച്ച് വരാറില്ല. പിന്നെ വരുന്നതിനകത്ത് നിന്നും ഓക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കി മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ആഴ്ച എല്ലാ ദിവസവും ഓരോ കഥ കേൾക്കുന്നു, ഭയങ്കര ചൂസിയായിട്ട് സെലക്ട് ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എന്നെ വിളിക്കുന്നവർക്കാണെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്യുന്നവർക്കാണെങ്കിലും ഓക്കെ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊരു തോന്നൽ എവിടെയൊക്കെയോ ഉണ്ട്. അപ്പം ഞാനും അത് തന്നെയാണ് നോക്കുന്നത്. വെറുതെ കൗണ്ട് കൂട്ടാനായിട്ട് മൂവീസ് അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല. പടം കണ്ടിറങ്ങുമ്പോൾ ഓക്കെ അനു ചെയ്ത ക്യാരക്ടർ രസം ഉണ്ടായിരുന്നു എന്ന് പറയണം എന്നൊരാഗ്രഹം മാത്രമാണ്. ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം കഥ ഇന്ന് വരെയിലേക്ക് വരാൻ കാര്യം എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടം ആയതുകൊണ്ട് തന്നെയാണ്. അതും ഫോണിൽ കൂടെ തന്നെ വിഷ്ണു ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് പോലും വായിക്കാണ്ട് ഈ രസം ഉണ്ടല്ലോ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം വിഷ്ണു ചേട്ടൻ ആ പറഞ്ഞ രീതിയും ആ ക്യാരക്ടറിനോട് ഇഷ്ടം തോന്നിയത് കൊണ്ടും മൊത്തത്തിലുള്ളൊരു കഥയുടെ ഒരു ട്രാവല് ഇഷ്ടമായതുകൊണ്ട്. കോയിൻസിഡൻസ് ആണെന്ന് അറിയില്ല. ആദ്യത്തെ പടത്തിന്റെ ക്യാരക്ടറിന്റെ പേരറിയാമോ? ഞാൻ ചെയ്ത മൂവീസിന്റെയോ? ആദ്യത്തെ പടം കലാമണ്ഡലം രാജശ്രീ. കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ഡാൻസുകാരുമായിട്ട് അപ്പം ഒരു വലിയ ഡാൻസർ ഒപ്പമാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അത് ഡാൻസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല എങ്കിലും എനിക്ക് ഭയങ്കര ഡാൻസ് ചെയ്ത ആളാണ്. ഇല്ലില്ലില്ല, വളരെ തെറ്റാ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതാതിരികട സംഭവം ഒപ്പിക്കുന്നു എന്നുള്ളതല്ലാണ്ട് ശരിക്കും പല ആൾക്കാരും എൻ്റെ ആദ്യത്തെ ചിത്രത്തിലെ പേര് കലാമണ്ഡലം രാജശ്രീ ആയതുകൊണ്ട് ഞാൻ ശരിക്കും കലാമണ്ഡലത്തിലെ കുട്ടികളാണെന്നും അല്ല എന്നോട് തൃശ്ശൂർ പാലക്കാട് കുട്ടിയെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ കലാമണ്ഡലത്തിലെ ആയതുകൊണ്ടാണ് ആ ക്യാരക്ടറിനോട് ചേർത്ത് കലാമണ്ഡലം രാജശ്രീ എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ തൃശ്ശൂർ പാലക്കാടുള്ള എവിടെയോ ഉള്ള ഡാൻസർ കുട്ടിയാണ്. ഞാൻ അല്ല പത്തനാപുരമാണ്. കലാമണ്ഡലം ലുക്കൊക്കെ ശിഷ്യയായിട്ട് സ്വീകരിക്കാമേ ചേച്ചി സ്വീകരിക്കുമെന്ന് വെച്ചാൽ മതി. ചേച്ചി എൻ്റെ അടുത്ത് പറയും മോള് പൊക്കോളാൻ പറയും. ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡാൻസ് കാണുക, ഡാൻസ് ചെയ്യാൻ പറ്റുക ഉള്ളത്. എൻ്റെ ഹൈറ്റോ അല്ലെങ്കിൽ കണ്ണോ അല്ലെങ്കിൽ കൈയൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കാറുണ്ട് ഒരു ഡാൻസറിന്റെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ എന്തോ അത് വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഇപ്പോഴും എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ പണ്ട് അത് പഠിപ്പിച്ചില്ലല്ലോ ഇത് പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കുറ്റം പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അന്ന് ഞങ്ങളുടെ സ്ഥലത്തോട്ടൊന്നും അങ്ങനെ ഒരു ഡാൻസിൻ്റെ ആൾക്കാർ വരുമോ അല്ലെങ്കിൽ കുട്ടികളെ അങ്ങനെ വിടുന്നൊരു ഇതോ പിന്നെ അതിന് പറ്റുന്നൊരു അങ്ങനത്തെ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഉള്ളിൽ എപ്പോഴും ഒരു സങ്കടം ഉണ്ടായോ എനിക്ക് ഡാൻസ് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ കുറെ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള പെർഫോമൻസസ് ഒക്കെ ചെയ്യും. അനു വലിയ ഹനുമാൻ കൈൻഡിന്റെ ഒരു അല്ലേ? അത് സത്യത്തിൽ ക്യാമറ ട്രിക്കൊന്നും അല്ലല്ലോ. ആ മരണക്കിണറിൽ ഇങ്ങനെ പോകുമ്പോ കൊടിയൊക്കെ വിളിച്ചിട്ട് താഴെ രണ്ടുപേരും ഇങ്ങനെ ഞങ്ങൾ സാക്ഷികൾ. എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? അത് എറണാകുളത്തുനിന്ന് വിഷ്ണു വിളിച്ചിട്ട് അനു കൊല്ലം വരെ ഒന്ന് പോയിട്ട് വരാം പറഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ കാറിൽ. അവിടെ ചെന്നപ്പോഴാണ് നേരെ മരണക്കിണറിൽ കയറ്റി അടുത്ത കാറിൽ കയറ്റി കറക്കി. അപ്പോൾ എനിക്ക് അവിടെ സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി കയറാനൊരു ഹരം ഉണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞിലേ മുതൽ എത്രയോ ഉത്സവ പറമ്പുകളിലൊക്കെ ഇത് കണ്ട് മറ്റേ ഹരം കൊണ്ട് നിന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് അറിയാനൊരു ഹരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ അല്ല എന്നത് കയറുമ്പോൾ
അപ്പം ഇതിനകത്ത് വിഷ്ണു പറഞ്ഞു കാറിൽ കയറി കറങ്ങി കഴിഞ്ഞിട്ട് അതിന് വിൻഡോയിലൂടെ പുറത്തിറങ്ങിയിട്ട് നമ്മളുടെ ടൈറ്റിൽ എഴുതിയൊരു ഫ്ലാഗ് ഉണ്ട്, അതിങ്ങനെ വീശണം, അത് കഴിയുമ്പോൾ കാറ് താഴെ ഇറക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കയറി ഈ കൊടി വീശപ്പോൾ ഈ കൊടി അഴിഞ്ഞു പോയി. ഈ കൊടി വീശാതെ ഇത് താഴെ ഇറക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ കറങ്ങിക്കൊണ്ടിരുന്ന അതാണ് നമ്മുടെ സിഗ്നൽ. കൊടി വീശി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇറക്കാന്നുള്ളതായിരുന്നു. പക്ഷെ ആ സിഗ്നൽ തരാൻ പറ്റില്ല. കൊടി വീഴ്ത്തി 2 മിനിറ്റ്. അതാണ് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന സിഗ്നൽ. നിങ്ങൾ നോക്കണം, അവർക്ക് കാണാൻ പറ്റില്ല, ഇങ്ങനെ ഒരൊറ്റ വ്യൂ മാത്രമേ ഉള്ളൂ. ആ വ്യൂ വെച്ചിട്ടാണ് അവർ ഓടിക്കുന്നത്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഈ കൊടി വീശി കഴിഞ്ഞാലേ ഇറക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ കൊടി എടുത്തപ്പോഴേ ഇത് അഴിഞ്ഞുപോയി. അപ്പം ഇത് വീശാതെ താഴെ ഇറക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം ഞാൻ അതിന്റെ കാറിന്റെ അകത്ത് കയറി നിന്ന് കൊടി കെട്ടുക. അപ്പൊ കൊടി കെട്ടുക എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തല ഇറങ്ങും, നമ്മൾ ദൂരേക്ക് നോക്കണം. അങ്ങനെ ഞാൻ ജീവൻ മരണ പോരാട്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ മുകളിൽ എനിക്ക് തല ഇറങ്ങി. ഞാൻ വിചാരിച്ചു എങ്ങനെ കേറിയത്. ഇനി ഒരു പ്രൊമോഷൻ ഇത്തരം പരിപാടിക്ക് ഇങ്ങനത്തെ പ്രൊമോഷൻ അഡ്വഞ്ചർ ആയിട്ടുള്ള പ്രൊമോഷൻ ആരും ചെയ്ത് കാണില്ല. അത് ആക്ച്വലി നമ്മളങ്ങനെ നമ്മുടെ സിനിമയായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട അങ്ങനത്തെ ഒരു സംഭവം ഒന്നല്ല. അതായത് നമ്മള് പ്രൊമോഷൻസ് സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പൊ നമുക്കൊരു കിക്ക് ഓഫ് വേണം. അതായത് നമ്മള് സിനിമ സ്വാഭാവികമായിട്ടും പബ്ലിസിറ്റി ഭയങ്കര കാര്യമാണ്. അപ്പൊ സിനിമ ഇങ്ങനൊരു സിനിമയുണ്ട്, അല്ലെങ്കിൽ എന്താണ് കഥ എന്ന് പറയുന്നത് സിനിമയുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മളിപ്പം നമ്മളിപ്പോ പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെ ഇപ്പൊ കുറച്ചുള്ള ഒരു ഇതായിട്ട് വെച്ച് ശരിക്കും മേതിൽ ദേവിക്ക് അഭിനയിക്കുന്ന സിനിമ എന്നൊരു ഐഡന്റിറ്റി ആയിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന ഒരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ച്. അല്ലാതെ സിനിമ ടൈറ്റിലൊന്നും അത്രയും രജിസ്റ്റർ ആയിട്ട് ഇന്ന സിനിമയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് അതായത് കഥയത്ത് വരെ അറിയണമല്ലോ ആൾക്കാര്. മേതിൽ ദേവി വേണമായിരുന്നു ഇതിനകത്ത് കേട്ടാൻ. ആലോചിച്ചായിരുന്നു. പിന്നെ വിചാരിച്ച് പിന്നെ കുറച്ച് ദിവസം കൂടെ പ്രൊമോഷൻ. നമ്മുടെ നായകനെ കണ്ടില്ല, നിങ്ങളുടെ സുഹൃത്തല്ലേ ഇവിടെ ബിജുമേനോട് ഷൂട്ടിന്റെ തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. ചെന്നൈയില് തമിഴ് പടം ചെയ്യല്ലേ. ഒരുപാട് സൽക്കാരപ്രിയനാണ് ബിജുമേനോൻ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ബിജുമേനോനായിട്ട്? ബിജുവിനോട് ഞാൻ വർക്ക് ചെയ്യുന്ന 3ാമത്തെ സിനിമ അത്. അയ്യപ്പനും കോശിയും ചെയ്തു. പക്ഷേ അനുവിന്റെ കരിയറിൽ ഒരുപാട് സിനിമകൾ ചെയ്തെങ്കിലും അയ്യപ്പനും കോശിയുമാണ് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു. അതും ബിജുമേനോനോടൊപ്പം ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ആ ഒരു സൗഹൃദം. എങ്ങനെയുണ്ട്? നല്ല സൗഹൃദമാണ്. കാരണം നമുക്ക് ഞാൻ അയ്യപ്പനും കോശിയുടെ ലൊക്കേഷനിൽ ആദ്യമായിട്ട് ബിജുവിനെ കാണുന്നതും പരിചയപ്പെടുന്നതും അതിന്റെ സെറ്റിൽ വെച്ചിട്ട്. പക്ഷെ നമ്മളെ വർഷങ്ങളായിട്ട് അറിയുന്ന തരത്തിലുള്ള ആളുടെ അടുത്ത് പെരുമാറുന്ന പോലെയാണ് ബിജുചേട്ടൻ. അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അത്രയും പ്രായത്തിന് മൂത്തതാണെന്നോ സീനിയർ ആണെന്നോ ഉള്ളൊരു ഇത് കാണിക്കാതെ നമ്മളെടുത്ത് നമ്മളുടെ ഒരു പ്രായത്തിലേക്ക് ഇറങ്ങി വന്ന് അതേ തമാശകൾ പറഞ്ഞ് എൻജോയ് ചെയ്ത് നമ്മളെ അത്രയും കംഫർട്ട് സോണിൽ നിർത്തുന്ന ഒരാളാണ്. അപ്പം ഭയങ്കര രസമാണ് ബിജുവിനോട് വർക്ക് ചെയ്യാൻ. അപ്പം അത് ഈ 3 സിനിമയിലും നമുക്ക് ഞങ്ങൾ മിസ്സാവുന്നുണ്ട് ശരിക്കും ബിജുമേനോനെ. ഒരുപാട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും ഇൻഹിബിഷൻസോ അല്ലെങ്കിൽ സ്റ്റേജ് ഒന്നും വലിയ വിഷയങ്ങളല്ല. പക്ഷെ എനിക്കൊന്ന് വിഷ്ണു പറഞ്ഞനുസരിച്ചിട്ട് 3ാം ദിവസമാണെന്ന് തോന്നുന്നു ക്യാമറയ്ക്ക് മുന്നിൽ വന്നാണോ? ആദ്യത്തെ ദിവസം വന്നു. ഞാൻ 2 ദിവസം പുള്ളിക്കാരുടെ മുന്നിലോട്ട് പോയില്ലെന്ന് പറഞ്ഞു. ഞാനോ മറ്റേ നോ പറഞ്ഞു പോയാലോ, ഒരു ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് എന്നെ മറ്റേ എവിടെന്നെങ്കിലും വിഷ്ണു ഞാനില്ല കേട്ടോ എന്ന് പറയുമെന്ന് മേടിച്ചിട്ട്. അങ്ങനെ ഒരു ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാനൊക്കെ പ്രശ്നമാണ്? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല? പേടി അങ്ങനെ കാര്യങ്ങള്, സങ്കോചം? ഫസ്റ്റ് ഷോട്ട് തന്നെ ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്തായിരുന്നു ആദ്യത്തെ ഷോട്ട്? എന്തായിരുന്നു അത്? അങ്ങനെ ഡയലോഗ് ഉള്ളതൊന്നല്ല, അല്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഫ്രെയിമിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു രസമുള്ള സാധനമാണ് അങ്ങനെ എടുത്ത്. എങ്ങനെയുണ്ട് ബിജുവായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? ആക്ച്വലി ക്യാരക്ടേഴ്സ് തമ്മിൽ മാത്രമേ ഇന്ററാക്ട് ചെയ്തിട്ടുള്ളൂ, നമ്മൾ അല്ലാണ്ട് ഇന്ററാക്ട് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ വിജയേട്ടനെ കാണുമ്പോൾ എന്നെ ഓർമ്മയുണ്ടോ, ഞാനാണോ കൂടെ അഭിനയിച്ചതോ ചോദിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഒരു ലോകത്തിലാണ്. അപ്പം രസമായിരുന്നു. പക്ഷേ ഫ്രെയിമിൽ നല്ല പറഞ്ഞാൽ അത് ഈസി ആയിരുന്നു നമുക്ക്. സത്യേട്ടൻ്റെ പടത്തിലേ ഒരുപാട് ഡാൻസ് സീനൊക്കെ ഉള്ളൊരു നല്ല ഗംഭീര പടമായിരുന്നു. പടം പേരല്ല കൊച്ചു സന്തോഷം അല്ലെ? ആ സ്റ്റേജില് ഭാനുപ്രിയായിട്ടൊക്കെയുള്ള ആ ഡാൻസൊക്കെ ഇപ്പോഴെങ്കിലും കാണുമ്പോൾ അത് മിസ്സായി പോകുന്നത് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അത് സിനിമയിൽ ലക്ഷ്മി ഗോപാലസ്വാമി ഖാജുറാഹോ പോണ ഒറ്റ പ്രശ്നമാണ് അവർ തമ്മിൽ പിരിയുന്നത്. ഞാൻ ജീവിതത്തിൽ 3 പ്രാവശ്യം ഖാജുറാഹോ കളിച്ചു കഴിഞ്ഞു. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം എനിക്ക് അങ്ങനെ യാതൊരു, ഇൻഫാക്ട് അത് നല്ല സിനിമ, ലക്ഷ്മിയെ പോലെ ഇത്രയും അനുയോജ്യമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് അതിൽ ഇല്ല. സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ പ്രിറ്റി ഷി വാസ്. അതേപോലെ തന്നെ കബളിവാലയിൽ ഷർമിള ഒരു ഡോളിനെ പോലെയായിരുന്നു. ഇതൊന്നും ഞാൻ ചെയ്ത ഒരിക്കലും ശരിയാവില്ല. ഇതിനകത്ത് ഓക്കെ അല്ലേ? അല്ല, ഞാൻ അത് വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇത്തരത്തിലൊരാളെ അപ്രോച്ച് ചെയ്യുമ്പോഴേ ഇപ്പം ഞാൻ തന്നെ ആലോചിക്കുക എൻ്റെ കോൺഫിഡൻസ്, അതായത് സാധാരണഗതിയിൽ അത്രയും
അഭിനയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ ആളുകൾ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതും ഇല്ലാത്ത ഞാൻ ഇതിനകത്തൊരു സർക്കാർ ജോലിക്കാരിയുടെ റോളാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കഥാപാത്രം കൊണ്ട് പോകാനുള്ള എൻ്റെ ധൈര്യമാണ് ആദ്യം സംഭവിക്കുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നേ ഞാനിപ്പോൾ സ്റ്റേജിൽ വലിയ വലിയ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സ്റ്റേജിൽ ആക്ടറാണല്ലോ മോർ ദാൻ എ ഡാൻസർ. അപ്പം അങ്ങനെ ഒരു ഡയറക്ടോറിയൽ ഇതിലാണല്ലോ ഞാൻ സ്റ്റേജിലും നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന കഥാപാത്രം എത്ര എന്നതിനെക്കാട്ടിലും ആ ടൈമിൽ എങ്ങനെ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സിനിമയെ അപേക്ഷിച്ച് നമ്മുടെ നൃത്തത്തിലൊക്കെ വരുമ്പം ഈ നമ്മളല്ലാതായി മാറുന്ന ഒരു ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. പരകായ പ്രവേശം. അത്തരം ഏതെങ്കിലും ഒരു മുഹൂർത്തം ഈ സിനിമ സമ്മാനിച്ചോ കഥ ഇന്ന് വരെ? ഒരു നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നതും ശരിയല്ലല്ലോ. നമ്മള് ഉടനെ ഇപ്പൊ നമ്മളൊരു അത് ഈ സിനിമ അതിന്റെ ആവശ്യം ഇത് വളരെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് ഈസി. സ്റ്റേജിൽ അത്തരം ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈവൻ സ്റ്റേജിൽ പോലും ചിലയിൽ മാത്രമേ നമ്മൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുറച്ച് സമയം എടുക്കും നമ്മൾ തിരിച്ചു വരാൻ. ഫോർ എക്സാമ്പിൾ നരസിംഹാവതാരമൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾക്ക് കുറച്ച് അല്ലെങ്കിൽ കണ്ണകിയെ പോലുള്ളൊരു കഥ അത് ഓൾസോ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സബ് ടെക്സ്റ്റ് ഉള്ളതെന്നുള്ളത് അത് നമുക്ക് സമയം എടുക്കും. ഇപ്പം ഇന്ദ്രൻ എന്നുള്ളൊരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. പുരുഷ കഥാപാത്രം മിഴാവാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ആ ഒരു പ്ലേഫുൾനെസ് ഒരു റൊമാൻസ് എന്ന് എനിക്ക് കുറച്ച് സമയം എടുത്തിരുന്നു പുറത്ത് വരാൻ. അല്ലാണ്ട് ഇതിപ്പോൾ ഞാൻ അതിൽ അങ്ങനത്തെ ഒരു ആക്ടിങ് സ്റ്റൈലല്ല എൻ്റെ. കഥ ഇന്ന് വരെ എന്ന് പറയുന്നത് ഒരു മധ്യവയസ്കരുടെ പ്രണയമാണെന്ന് ധരിക്കുന്നു. ആണെന്നറിയില്ല. ഇത് ക്രോണോളജിക്കൽ ഓർഡർ, ഏജ് ക്രോണോളജി. എന്നാലും ആ ഒരു നായകനും നായിക സങ്കല്പത്തിലെ പ്രധാനപ്പെട്ട ഒരു തൂണെന്ന നിലയ്ക്ക് ഇത് ഒരുപാട് മധ്യവയസ്കരുടെ പ്രണയം കേട്ടുള്ള സിനിമയാണ് മലയാള സിനിമ. എന്താണ് അതിനൊന്നും ഇല്ലാത്തൊരു പുതുമ? എന്താണ്? ഇപ്പം ഇന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രണയ സിനിമകൾ വന്നിട്ടുണ്ട്, അടുത്ത കാലത്തൊക്കെ വരുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് എൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന നിലയിൽ നമ്മൾ സിനിമയായിട്ട് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മൾ കണ്ടിട്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്തായാലും ആ സിനിമയ്ക്ക്. പക്ഷെ അതെന്താണെന്ന് നമ്മളിങ്ങനെ പറ്റാത്തൊരു ഇതായതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് പടം ഫൈനൽ ഔട്ട്പുട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആസ് എ ഡയറക്ടർ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഒരു കണ്ടിറങ്ങുന്ന ഒരാൾ ഈ സിനിമ മോശം സിനിമ എന്ന് പറയില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഇതിനകത്ത് നമ്മുടെ മൊത്തം ഷൂട്ട് ഇതിനകത്ത് പെർഫോമൻസ് അങ്ങനെ ഒരു ഇതിൽ നമ്മൾ കണ്ട് നമ്മളറിയാതെ എല്ലാവരും കൈയടിച്ച ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് വേറെ ഇതിൽ. അതായത് നമ്മുടെ സിദ്ദിഖിക്ക ചെയ്തൊരു ക്യാരക്ടറിനകത്ത് സിദ്ദിഖിക്കയുടെ ഒരു പെർഫോമൻസ്, ഒരു സിംഗിൾ ഷോട്ട് സംഭവം നമ്മൾ ചെയ്ത് പുള്ളി ഇപ്പം ആക്ച്വലി ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പുള്ളി ഉണ്ട്, വേറെ ആർട്ടിസ്റ്റ് ഉണ്ട് അങ്ങനെ. പക്ഷേ പുള്ളിക്കായിരുന്നു ഡയലോഗ്സിൻ്റെ ഇത് വരുന്നത്. അപ്പം അതിൽ നമ്മൾ ആ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ആ ഒറ്റ ഷോട്ടിൽ അത് പറഞ്ഞ് ഡയലോഗുകളൊക്കെ ഞാൻ എഴുതി കൊടുത്തതിൽ കുറച്ച് മാറ്റിയൊക്കെയാണ്. പക്ഷേ ആ സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് അത് അതിനകത്ത് ഏറ്റവും വന്ന വെച്ചാൽ ഒരിടത്ത് വന്നപ്പോൾ ഒരു സാധനം മിസ്സായിപ്പോയി. അത് പുള്ളി തന്നെ അവിടെ ഇങ്ങനെ പുള്ളി അവിടെ ഇങ്ങനെ ചെറിയൊരു ഇത് കൊടുത്തിട്ട് അടുത്തടുത്ത് അത് കയറ്റി ആ ഒറ്റ ഷോട്ടിൽ അത് കറക്റ്റാക്കി ഫസ്റ്റ് ടേക്കിൽ അത് കറക്റ്റ് ചെയ്തു. അത് നമ്മൾ അറിയാതെ കൈയടിച്ചു പോയി. അപ്പം അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നാണ് ഞാൻ പറയാം. വിഷ്ണുവിനെ പോലെ തന്നെ അറ്റാക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് പിന്നെ ഒരു അല്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നാളെ ഈ ഇതുപോലും സാഫ്രോണാണ് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു താങ്ങ് പിന്നെ എവിടുന്നോ അറിയാതെ വരുന്നുണ്ട്. അത് പിന്നെ ഒരു എന്താണ് ശരിയോ തെറ്റാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഞാനെപ്പോഴും എനിക്ക് രാഷ്ട്രീയത്തെ പറ്റിയിട്ട് വലിയ ബോധമുള്ള ഒരാളല്ല ഞാൻ എപ്പോഴും പറയുന്നതാണ്. എനിക്കതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. രാഷ്ട്രീയത്തിലുള്ള ആളെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നും കാണുന്നതും ഉള്ളത് ഗണേശ് ചേട്ടനെ മാത്രമാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, അതെ എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ലൊരാൾ പുള്ളിയുമാണ്. കാരണം അത് ഞങ്ങളുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അതിൽ കൂടുതൽ രാഷ്ട്രീയം എനിക്കൊരു ഐഡിയ ഇല്ലാത്തൊരു ഏരിയയാണ്. എനിക്ക് വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയുമല്ല. പിന്നെ എന്നെ എപ്പോഴും അങ്ങനത്തെ ഒരു ലേബലിലോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ടുള്ളത് ഞാൻ എൻ്റെ നാട്ടിലെ അമ്പലം പരിപാടികൾക്ക് പോയിരിക്കുന്നതിനാണ്. അല്ലെങ്കിൽ എൻ്റെ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും, അതിന് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഞാൻ പറയാറുണ്ട്. അപ്പോൾ വേറെ എവിടെ നിന്നാണ് പബ്ലിക്കിൽ നിന്നാണെങ്കിലും വന്നപ്പോൾ അതിന് എൻ്റെ മറുപടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ജീവിച്ച് വളർന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഞാൻ ഓടി നടന്ന അമ്പലത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ പോകുന്നതിനാണ്. അപ്പം എൻ്റെ വിശ്വാസങ്ങളെ
മുറുകെ പിടിക്കുന്നതിന്, എൻ്റെ അമ്പലത്തിലെ പരിപാടികൾക്ക് ഞാൻ പോകുന്നതിന് ആൾക്കാർ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം എന്നുള്ളത്. നാളൊന്ന് പ്രഖ്യാപിക്കാം ഞാൻ ഇന്ന രാഷ്ട്രീയത്തിലാണ് ചേരുന്നതെങ്കിൽ ഒന്നും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഷോക്ക് വരുന്നില്ല. അങ്ങനെ സംഭവിച്ചേക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. രാഷ്ട്രീയം ഒട്ടും ഇഷ്ടമല്ല. അറിയില്ല. പിന്നെ എന്തിനാണ് ഇത്രയും അറ്റാക്ക് വരുന്നത് അനുശ്രീക്ക്? അല്ല, അതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദ്യം വന്നത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ ഭാരതാംബ ആയതിനാണെന്ന്. ഇത് എനിക്ക് നടക്കാൻ പ്രായമായപ്പോൾ മുതൽ ചെയ്യുന്ന സംഭവമാണ്. അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ടപ്പോൾ എനിക്കറിയാൻ പാടില്ല ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോയെന്നോ ഒന്നും. അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് സിനിമാ നടി ആയിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറ്റിയൊരു മാറ്റം. ഇപ്പോൾ ഈ 2 വർഷം കൊണ്ടാണെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിനെയാണ് കൃഷ്ണനായിട്ട് ഒരുക്കുന്നത്. അവൻ എന്തറിഞ്ഞിട്ടാണ്? അവന് പറ്റുന്നത് വരെ അവൻ അത് ചെയ്യും. ഇളയ മോള് ചേട്ടനുണ്ടായി നാരായണി, അവൾക്ക് നടക്കാൻ പോകുന്ന സമയമാകുമ്പോഴും ഞങ്ങൾ അവളെ കൃഷ്ണനും രാധയാക്കും. അപ്പോൾ അതിനത്രേ ഉള്ളൂ. അത് ഞങ്ങൾ വളർന്നൊരു ചുറ്റുപാട് അങ്ങനെയാണ്. അതിനി ഞാൻ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകയാണെങ്കിൽ ആയിക്കോട്ടെ. നായികയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് ഹീറോയിനായിട്ടൊന്നും വരാനൊന്നും ഒരിക്കലും ഒരു മടിയും കാണിച്ചു ഇല്ല. ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഡയമണ്ട് നെക്ലേസിൽ ഇപ്പം നായികയായി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നതിനകത്ത് എല്ലാം ഒന്നും ഞാൻ നായിക കഥാപാത്രം മാത്രമല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ തലവനാണെങ്കിൽ പോലും അങ്ങനെയല്ല. പക്ഷേ ഞാൻ എപ്പോഴും നോക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് പറയപ്പെടുന്ന ക്യാരക്ടറിന് എൻ്റേതായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ. അത് ഒരു സീനാണെങ്കിലും ഞാൻ വരും. പക്ഷേ പടം കഴിഞ്ഞിറങ്ങുമ്പം അനു എന്തിനാ അത് ചെയ്തതെന്ന് എന്നോട് ചോദിക്കരുത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. അല്ലേ, മേപ്പടിയാനിന് ഞാൻ ആദ്യം കഥ പറഞ്ഞത്, അപ്പൊ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് ചെയ്ത് 5 കുര്യം ചെയ്ത റോളിന്. പക്ഷെ അന്ന് പറയുമ്പം അത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് അത് കുറെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അല്ല, എന്തോ കൊറോണ വന്ന് കുറച്ച് സമയം വിഷ്ണുചേട്ടന് കിട്ടി. അല്ല, അത് കഴിഞ്ഞിട്ട് അനു കഴിഞ്ഞിട്ട് പറഞ്ഞ ആളാണ് നിഖില. നിഖിലയും ചെയ്തില്ല. എനിക്ക് നിഖില എന്നോട് പിന്നെ സ്ക്രിപ്റ്റ് ചോദിച്ചു. അപ്പൊ എന്താ സംബന്ധിച്ചാ സ്ക്രിപ്റ്റിനകത്ത് അറിയാം, സ്ക്രിപ്റ്റ് കൊടുത്തു വെച്ചിട്ടൊന്നുമില്ല, പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും അല്ലാതെ പറയാം. അപ്പൊ 2 ദിവസം വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഉണ്ണിയുടെ കയ്യിൽ ഒറ്റപ്പാടത്തിരിക്കുകയാണ്, വരട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുത്തി വരച്ച് വെച്ചിരിക്കുക, അതുകൊണ്ട് വായിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അത് ഞാൻ 2 പേരും ഇപ്പൊ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലേ? അല്ലേ, അത് ഭയങ്കര. അപ്പൊ വേണ്ട പറഞ്ഞ 2 കഥാപാത്രങ്ങളുണ്ട്. അല്ലല്ല, ഈ ടീമില് മുമ്പ് വേണ്ട പറഞ്ഞത്. നിഖിലയുടെ അടുത്തും എൻ്റെ അടുത്തും ഏകദേശം ഒരേ സമയത്താണ് പറയുന്നത്. അല്ല, കുറച്ച് ഗ്യാപ്പ് എങ്കിൽ പോലും ഇപ്പൊ 5 ചെയ്ത ആ ഒരു സ്ക്രീൻ സ്പേസ് വെച്ച് നോക്കുമ്പോൾ അതിൽ 5 ജീപ്പിലിരുന്ന സമയം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ അങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങൾ ജീപ്പിലുണ്ട്, ഇങ്ങോട്ട് പോകുമ്പോഴുണ്ട്. അവരുടെ പ്രശ്നം നടക്കുമ്പോഴും ഒരു ജീപ്പ് അങ്ങോട്ട് പോകുന്നുണ്ട്, അതിലൊരു ഷാഡോ ഉണ്ട്. അപ്പൊ ഞാനും നിഖിലയും ചോദിച്ചത് ഒന്ന് തന്നെയാണ് പടം കഴിഞ്ഞ് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ, ഇതിപ്പോ ജീപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് വരണമെന്നുള്ളതാണ്. എന്നാൽ കൊറോണയ്ക്ക് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ മനുഷ്യൻ വിളിച്ചിട്ടില്ല. അല്ല, പ്രതികാരം ചെയ്തു. ഇപ്പൊ നല്ല കഥാപാത്രം ചെന്നല്ലേ കൊടുത്ത്. അങ്ങനെ എന്തെങ്കിലും മേതിൽ ദേവിയുടെ എന്തെങ്കിലും പ്രതികാരം ഉണ്ടായിരുന്നോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? കുറെ കാലമായിട്ട് കാണുന്നവർ ആദ്യം ചോദിക്കുന്നത് മേതിൽ ദേവിയെ കുറിച്ചാണ്. സ്ട്രെസ് ആയിട്ടുണ്ട്. അതിനിങ്ങനെ എന്താണ് എന്റെ ടേൺ വരാതെ എന്നുള്ള ആലോചന അല്ല, അങ്ങനല്ല. നന്നായി ഇത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകണം. അല്ല, ശരിക്കും സിനിമ ഒന്നും ഭയങ്കര മോഹമുള്ള ഒരാളായിരുന്നില്ല എനിക്ക്. അങ്ങനെ ആദ്യകാലത്ത് തുടക്കകാലത്ത് കാര്യം ചെയ്യാൻ വേണ്ട, ഇപ്പോഴില്ല. വിനു പോയി അതിനുശേഷമാണൊക്കെ വരുന്നത്. പക്ഷെ ഇപ്പം അഭിനയം ആണ് ഒരു തൊഴിലെന്നുള്ളത് ഉറപ്പിച്ചു. അതെ, അത് ഞാൻ തീവ്രം സിനിമ ചെയ്യുന്ന സമയത്താണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നതും. അപ്പോൾ ആ സിനിമയുടെ പ്രോസസ്സിൽ ഈ പറയുന്നില്ല, അതിൻ്റെ ഒരു പേപ്പർ വെറുതെ സ്ക്രിപ്റ്റ് ഉള്ള സമയം മുതൽ രൂപേഷേൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഞാനിന്ന് ബാംഗ്ലൂർ വർക്ക് ചെയ്യാം. അതിന് പ്രൊഡ്യൂസറെ അന്വേഷിച്ച് ഞങ്ങൾ കുറേ വർഷങ്ങൾ നടക്കുന്നു. അത് ഷൂട്ട് ഓൺ ആവുന്നു, ഷൂട്ട് ചെയ്യുന്നു, തിയേറ്ററിലെത്തുന്നു എന്ന് പറയുന്ന ഫുൾ ജേർണിയിൽ എനിക്ക് ആ രൂപേഷേൻ്റെ കൂടെ ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം അത് ഭയങ്കര ഒരു രസമായിട്ട് എനിക്ക്. ഞാൻ കുഞ്ഞിലേക്ക് അമ്മയുടെ കൂടെയും അച്ഛൻ്റെ കൂടെയൊക്കെ പോകുമ്പോഴും എനിക്ക് ടെക്നിക്കൽ സൈഡായിരുന്നു കൂടുതൽ താല്പര്യം. ഒരു ക്യാമറമാൻ ആവുക, അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ ആവുക. ഞാൻ പടം വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഞാൻ ആർട്ടിലെ ചേട്ടന്മാരുടെ കൂടെയാണ് അവരോരോ സാധനങ്ങൾ ഉണ്ടാകുന്നത്. അമ്മയിൽ മാത്രം നിർത്തരുത്, മുത്തച്ഛൻ്റെ കാര്യം പറയണം. കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്ന മലയാള ഇന്ത്യൻ സിനിമയിൽ അതുല്യ കലാകാരൻ്റെ ഒക്കെ ഒരു പാരമ്പര്യം പേർന്ന ആളാണ്. അപ്പോൾ അതുകൂടി മറന്നു പോരുത്. അപ്പോൾ അങ്ങനെ തീവ്രം ഷൂട്ട് കഴിഞ്ഞ് തിയേറ്ററിലൊക്കെ എത്തിയ ഒരു മൊമെൻറ്റിലാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇതാണ് എൻ്റെ വഴി എന്ന് തീരുമാനിക്കുകയും ജോലി റിസൈൻ ചെയ്ത് ഞാൻ സിനിമയാണ് എൻ്റെ ജോലി എന്ന് തീരുമാനിക്കുന്നത് ആ സമയത്താണ്. ആഗ്രഹിക്കുന്ന പോലെ കഥാപാത്രങ്ങൾ വരുന്നില്ല,
അല്ലെങ്കിൽ കിട്ടുന്നില്ല? ഒരു നായകമായ തുല്യമായ 2 കഥാപാത്രങ്ങൾ ചെയ്തു, എന്നാലും അങ്ങനെ വന്നില്ല എന്ന് തോന്നലുണ്ടോ? അതിപ്പോൾ തോന്നുന്നില്ല. കാരണം തുടക്ക സമയത്തൊക്കെ ആ ഒരു തോന്നലുണ്ടായിരുന്നു. അയ്യപ്പനും കോശിയും ചെയ്തതിന് ശേഷമാണ്. അയ്യപ്പനും കോശിക്ക് മുന്നേ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ഞാനാ ചെയ്തതെന്ന് പലർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അയ്യപ്പനും കോശിക്കും ശേഷം അനു ചെയ്ത ക്യാരക്ടർ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി വന്നത് സത്യം പറഞ്ഞാൽ അയ്യപ്പനും കോശിയും സിനിമയ്ക്ക് ശേഷമാണ്. അതിന് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ പറ്റിയതും പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ പറ്റിയതൊക്കെ അതിന് ശേഷമാണ്. ബിജുമേനോൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ചെറുതായിട്ടെങ്കിൽ അനുവിനെ? ഉണ്ട് ഞങ്ങൾക്ക് ചെറിയ ഏതാ അങ്ങനെയില്ല. അതിപ്പോൾ നമുക്ക് ഒരു ഈ പറയുന്ന നല്ല പടങ്ങളുടെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് നമ്മളെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കും. കൂടുതൽ ആളുകൾ കാണുന്ന സിനിമയുടെ ഭാഗമാകുമ്പോൾ നമ്മളുടെ പെർഫോമൻസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണല്ലോ അടുത്തടുത്ത പ്രൊജക്റ്റുകളിലേക്ക് നമുക്ക് കമ്മിറ്റ് ആവാൻ പറ്റുന്നത്. അപ്പം അത് സംഭവിച്ചത് അയ്യപ്പനും കോശിയിലും. അത് അതിനകത്തൊരു ചെറിയ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ പോലും സച്ചേട്ടൻ്റെ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റിൻ്റെ ഒരു നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ 4 പേരിൽ ഒരു സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ഭയങ്കര റാപ്പോർട്ടുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഓണം, ഞാൻ അങ്ങനെ വലിയ ഓണം സെലിബ്രേറ്റ് ചെയ്യാത്ത ആളുമാണ്. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. എനിക്ക് ഒരു കൂട്ടായ്മ ശരിക്കും ഉണ്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ കൂടെ ഇരിക്കുന്നതും. എന്താ വെച്ചാൽ ഈ ഒരു ഫീൽഡിൽ ഇവർക്ക് എന്നെക്കാട്ടിലും എത്ര എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. സോ വളരെ പ്രത്യേക തരത്തിലാണ് ഇത്തവണത്തെ ഓണം. പിന്നെ അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ പോസ്റ്റർ കാണുമ്പോ ഇത് ഞാൻ തന്നെയാണ് എന്നൊക്കെ തോന്നുന്നത്. കുറെ പേര് അതാ ഞാൻ അപ്പൊ ഇന്നലെ ഡ്രൈവ് ചെയ്ത ആള് ആ ചേട്ടൻ എന്നോട് അയ്യോ അത് മാഡം അല്ലേ പറഞ്ഞു. അപ്പൊ അത് രസമാണ്. എന്താണ് ഈ കോസ്റ്റ്യൂം അന്ന് കൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല? അല്ല അങ്ങനെയല്ല, കോസ്റ്റ്യൂമിന്റെ ഇതല്ല, എനിക്ക് അതിന്റെ എന്തോ ചുമ്മാ പറഞ്ഞാണ്. നമ്മള് കോസ്റ്റ്യൂംസ് ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ ഒരാളിപ്പം ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്, ഇപ്പൊ അവർക്ക് കോസ്റ്റ്യൂംസ് അറിയാം. അവര് ഇന്ന സിനിമ അവരൊരു പാറ്റേൺ പറഞ്ഞ ക്യാരക്ടറായിട്ട് അത് കുറെ കൂടെ ജെല്ലിയാമെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു പിന്നെ വീണ്ടും ഒന്ന് ഒഴിയാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണം ഇട്ട് നോക്കിയാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അപ്പോഴത്തേക്ക് അതിന്റെ മേളിൽ പിടിച്ച് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പല സ്ഥലത്തു നിന്നായിട്ട് എടുത്ത് സ്വന്തമായിട്ട് തന്നെ എല്ലാം. പക്ഷെ അതിന്റെ ഒരു ഞാൻ ഇപ്പൊ ഫസ്റ്റ് നമ്മള് ഒരു ഇത് പോയപ്പം മനോരമ പത്രത്തിലാണ് അതിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഇത് വന്നതും അതിന്റെ ഒരു സ്റ്റില്ലുണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ കുറെ ആൾക്കാർ പിന്നെ ചോദിച്ചിട്ടുണ്ട് ആ സാരി പിന്നെ ഒരുപാട് ആൾക്കാർ സാരി ഇതിനകത്ത് ഉപയോഗിച്ച സാരികളൊക്കെ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് അത് ഭയങ്കര. അല്ല, ഇത്തവണ ഓണം ഒന്നുകൂടെ ആഘോഷമാക്കാവേണ്ടത് അടുത്ത ഒരു ഓഫർ വരുമ്പോൾ അത് എസ് പറയുന്നിടത്താണ്. അത് പ്രതീക്ഷിക്കാവോ? അത് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഞങ്ങൾ എപ്പോഴും ഇന്റർവ്യൂസില് ഈ കഥകളൊക്കെ ഞങ്ങൾ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോഴാണ് കേൾക്കണേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. റൂമില് അല്ലെ ചേച്ചിയെടുത്ത് വിഷ്ണു ചേട്ടൻ കഥ പറയുന്നു, വെളിയിലൊരു കോസ്റ്റ്യൂം വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് കഥ പറച്ചതല്ല, കഥയെ ഫസ്റ്റ് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞു കഥ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞത് കഴിഞ്ഞു. പക്ഷെ വേറെ കാരണങ്ങളാണല്ലോ പറയുന്നത്. അപ്പൊ ഓരോ അതിന്റെ സൊല്യൂഷൻ അതായത് ഓഫീസിൽ എന്റെ ഓഫീസ് കളരിയുടെ ഓഫീസ് റൂമിലിരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നോക്കാലോചിക്കാന്ന് പറയുന്ന മുമ്പേ പിന്നെ കാണുന്ന പുറത്ത് വലിയ വണ്ടികളും കുറെ ആൾക്കാരും, ഒരു 10-12 ആൾക്കാർ വീട്ടിനകത്ത്. ഞാൻ പറഞ്ഞിട്ട് എന്താ ചേച്ചി എന്നിട്ട് പറയുന്നുണ്ടെന്ന്, ഞാൻ എസ് ശരിക്കും പറയുന്നതിന് മുമ്പ് സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു. ഈ പറഞ്ഞാലേ നമുക്ക് എല്ലാവരും പോസിറ്റീവ്. നമ്മള് ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ച കാര്യം നടന്നു എന്നുള്ളതാ. പക്ഷെ അത് നടക്കും എന്നെനിക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് വിശ്വാസമില്ല. കാരണം പ്രത്യേകിച്ച് ജോമൻ ചേട്ടൻ ഞാനോട് ആദ്യം പോയി പറയുന്നേ. അപ്പൊ അന്ന് തന്നെ ഇത് കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു ചെയ്യയില്ല, നോക്കണ്ടത്. പിന്നെ അത് കൂടാതെ ഇതിനിടയ്ക്ക് പിന്നെയും ഞാനിങ്ങനെ നിന്ന് അപ്പോൾ ഒരു സമയത്ത് ഒരു വലിയ ഡയറക്ടർ, സൂപ്പർ സ്റ്റാർ പടം, വലിയ ഹിറ്റ്, വലിയ പടം. അപ്പൊ അതിനകത്ത് ഞാനിങ്ങനെ സംസാരിച്ചപ്പോ എന്നോട് ചോദിച്ചാടാ എങ്ങനെ അതാരാ ചെയ്യുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ ഈ കാര്യം. അപ്പൊ അന്ന് ഞാൻ ശരിക്കും അങ്ങനെ അപ്രോച്ച് തുടങ്ങിയില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് ഫെയിലാ നിൽക്കുക. ഞാൻ പറഞ്ഞിങ്ങനെ അപ്പൊ ആരാന്ന് ചോദിക്കുമ്പോ അന്ന് നമ്മുടെ കയ്യിൽ അപ്രോച്ച് ചെയ്ത ഒരാളല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ പുള്ളിക്കാരെ നോക്കുന്നുണ്ട്, ഇങ്ങനെ ട്രൈ ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പൊ അത് നോക്കണ്ട, അല്ല ഞങ്ങൾ ആ റോളിന് വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പം പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. കോൾ വരും, മാഡം ഒരു സ്ക്രിപ്റ്റ്, നോ, അടുത്ത കോൾ വരും, എനിക്ക് ആരാ വിളിക്കുന്നത്, എങ്ങനെ വിളിക്കാം, അയ്യോ സമയമില്ല എന്നല്ലാണ്ട് ഞാൻ ശരിക്കും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ നോക്കുമ്പം പുള്ളി പറയണേ ഇല്ല. അപ്പം അത്രയും വലിയ ആള്, വലിയ ആർട്ടിസ്റ്റ്, വലിയ പടങ്ങൾ, അതിൽ നോ പറഞ്ഞപ്പോ പിന്നെ ഇനി ഞാൻ ആ ഏരിയ പോകണ്ട എന്ന് ചിന്ത. അതിനുശേഷമാണ് ഈ
അമ്മയുടെ കാര്യം പറഞ്ഞൊരു മെസ്സേജ് കിട്ടിയത്. പിന്നെ അവിടെ എനിക്കൊരു ചെറിയ അമ്മ എന്താ പറഞ്ഞേ? അല്ല, അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്തായാലും എന്താ കഥ പറഞ്ഞത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു കഥ, രസമുണ്ട് കേൾക്കാൻ എന്ന് പറഞ്ഞു. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണല്ലോ. അമ്മ വിചാരിച്ചിട്ടുണ്ടോ അമ്മ അവിടെ മേതിൽ കുടുംബം എന്ന് പറയുന്ന സാഹിത്യ കുടുംബം? അതെ, അമ്മയുടെ ഒരു പുസ്തകം ഈയിടെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ചേട്ടനെ അറിയാലോ മേതിൽ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരിയാണ് VK-ന്റെ ഭാര്യ. അങ്ങനെ ഒരുപാട് സാഹിത്യ ബന്ധം, പിന്നെ ഡാൻസ്, അപ്പൊ പിന്നെ സിനിമകൾ വരട്ടെന്ന് അമ്മ. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നമ്മൾ പുതിയൊരു മേഖലയിലേക്ക് ഒരാളെ കൊണ്ടുവന്നുള്ളതായിരിക്കും അമ്മയുടെ ലക്ഷ്യം. അതെ. അല്ല, അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ മെസ്സേജ് അയച്ചു ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് സിനിമ കാണാൻ വേണ്ടി. വിഷ്ണുവിനെല്ലാം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവർക്കും ഉപകാരമുള്ളൊരു ചോദ്യം മാത്രം ചോദിച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അടുത്ത പടം ചെയ്യാൻ പോവുകയാണ് വിഷ്ണു. ഞങ്ങളില്ലാതെ വയ്യ. പറയാനായിട്ടില്ല. പൃഥ്വിരാജിന്റെ സിനിമയാണ് അല്ലേ? എന്താണ് ആ പുതിയ വിശേഷം പറഞ്ഞത്? ഇവരെല്ലാം ഉണ്ടെന്ന്, ഇവരെല്ലാം കാസ്റ്റിംഗ് ആയല്ലേ? അത് ഈ പടം ഇറങ്ങിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. അറിയാം, അത് കുറച്ച് ബഡ്ജറ്റ് ഒരു സിനിമയാണ്. ഇപ്പൊ നമ്മളതിന്റെ കാര്യങ്ങൾ പ്രീ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എപ്പോഴാണ് ഞാൻ തന്നെ എഴുതുന്നത്. അപ്പൊ അതിപ്പം ആക്ച്വലി ഇത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നീട് അങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പം അതിനിടയ്ക്കാണ് ഈ ഗുരുവായൂരമ്പലയുടെ ഫംഗ്ഷനിൽ രാജുവേട്ടൻ തന്നെ ഇങ്ങനെ പറഞ്ഞത്. അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒന്നും പറയാറായിട്ടില്ല. അല്ല, ഇവര് പറഞ്ഞ സത്യമാണ്, ഇവരെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, അത് വിഷ്ണു ആയതുകൊണ്ടാ. ചിലപ്പോൾ കഥ തിരുത്തിയൊക്കെ എഴുതി കളയും, അല്ല ചെറിയ റോളായി കളയും. അപ്പൊ ഈ റോളിന് വേണ്ടി അഭിനയിക്കുന്നില്ലെന്ന് വരും. അല്ല, അത് ഇതെല്ലാം കൗണ്ടർ പിടിച്ചോ. അന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പടം ചെയ്തിട്ടില്ല, ആദ്യത്തെ ആളാണല്ലോ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം മറ്റേ അനു കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞല്ലോ, ഒന്നുകിൽ നല്ല ഡയറക്ടർ പടമാവണം, അല്ലെങ്കിൽ അഭിനയിക്കുന്ന നല്ല ആർട്ടിസ്റ്റിന് കൂടെ ഉള്ള പടമാവണം, അല്ലെങ്കിൽ ചെയ്യാൻ എന്തെങ്കിലും വേണം. ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യണം. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും 1-2 ക്രൈറ്റീരിയ ഒക്കെ ഇപ്പം നമ്മൾ ഫുൾഫിൽ ചെയ്ത് തുടങ്ങി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗംഭീരമായ ഒരു ഓണാശംസ നേരുന്നു. സെപ്റ്റംബർ 20 സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്ന ഒരു ക്ലീഷേ ഇപ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പ്രേക്ഷകരെല്ലാം തിയേറ്ററിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല സിനിമകളെ കൈനീട്ടി സ്വീകരിക്കുന്നവരാണ് എന്നും മലയാളി പ്രേക്ഷകർ. കഥ ഇന്ന് വരയ്ക്കും ആ ഒരു സ്വീകരണം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ക്യാൻ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും കഥ ഇന്നുവരെ ടീമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു ആവേശമില്ല, ഓണത്തിനൊരു ആവേശമില്ല. ഓണല്ലേ ഇല്ല. അപ്പം സെപ്റ്റംബർ 20 ഞങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രം കഥ ഇന്ന് വരെയുമായിട്ട് ഞങ്ങൾ എല്ലാവരും എത്തുന്നുണ്ട്. തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ക്ലീശയെ പറയണ്ടെന്ന് പറഞ്ഞു, എന്നാലും പറയും. എല്ലാവരും മുങ്ങി പോവാണ്ട് തിയേറ്ററിൽ വന്ന് തന്നെ ഞങ്ങളുടെ ഞങ്ങൾ മറ്റേ ഇതിലാണ് ഓണത്തിന് സദ്യ വിളമ്പിയിട്ട്, ഇപ്പൊ ഓണപ്പടങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ സദ്യ എല്ലാം വിളമ്പിട്ട് ലാസ്റ്റ് പായസവുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് 20 ഓണം കഴിഞ്ഞ്. അതെ, മധുരമായിട്ട് മധുരമുള്ളൊരു പ്രണയ കഥ ഇന്ന് വരെ. താങ്ക് യു.